ആരും വന്നില്ലെങ്കിൽ ഷെയ്ഖിന്റെ പരിപാടിയാണ്. ഷെയ്ഖിന്റെ പരിപാടി ഒന്നും ഇന്നല്ല, നാളെയാണ്. കണ്ടോ, ടിവിയും കീവിയും മാത്രമേ ഉള്ളൂ, വരില്ല. ഷെയ്ഖ് അടിച്ച ഫ്ലെക്സ് ആണ്. ഓ, ഇത് ഷെയ്ഖിന്റെ ഫ്ലെക്സ് ആണോ? എന്തൊക്കെ പരിപാടിയല്ലേ. ഇപ്പൊ ദുബായിൽ ബിസിനസ് ഉള്ള എല്ലാവരും, ദുബായിലൊക്കെ ഉള്ളവരും നാട്ടിലുള്ളവരും ഇവിടെ എന്തോ ഇരിക്കുന്നു. കണ്ണാപ്പി ചന്ദ്രൻ പറ. December 5 all are welcome. എന്തൊക്കെയല്ലേ. അൾട്രാ ഹലോ ഹലോ. അപ്പൊ നിങ്ങൾക്ക് നാണുണ്ടോ? ഒരു ഫോട്ടോ, ഒരു പരസ്യത്തില് ഫോട്ടോ, ഒരു കൂത് കൊടുക്കുമ്പോ നിങ്ങൾ S25 പിടിച്ചോണ്ടിരിക്കുന്ന ഫോട്ടോ, നാണമുണ്ടോ? നാണം. ഇത് കഴിയാറായില്ലേ ഇത്? ഇല്ല വാസവനെ, ജാനുവരി വരെ ഉണ്ട്. ജാനുവരി വരെ ഉണ്ടല്ലേ? അതെ അതെ അതെ. ഇനി എടുക്കുന്നുണ്ടോ? അടുത്ത വർഷം എടുക്കുന്നുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല. ഇത് വെറുതെ വരാത്ത പറഞ്ഞാലും വേണ്ട. വന്നോ? ഓ, ഫസ്റ്റ് ഒന്നാം സ്ഥാനം. ഒന്നാം സ്ഥാനം. 5000 രൂപ ലഭിച്ചിരിക്കുന്നു. 5000 രൂപ ലഭിച്ചിരിക്കുന്നു. ആർക്ക്? അത്രേ ഉള്ളു. ഇലക്ഷന് അപ്പാപ്പൻ 5000 രൂപ കൊടുക്കുന്നു. ചലഞ്ചൊക്കെ കഴിഞ്ഞ്, ചലഞ്ചൊക്കെ തീർന്ന്. എങ്ങനെ ആദ്യത്തെ ഞാന്. അതെ അതെ അതെ, ശരിയാ ശരിയാ. ആദ്യത്തേത് ഇവനാ. എങ്ങനെ ഇത് ആരായിരുന്നു ശരി? നിങ്ങളെ കണ്ടില്ലായിരുന്നല്ലേ? ഇത് ആശല്ലേ? ഇത് ആശാണ്. ആശാണ് ഡിസേർവ്ഡ്. ആശ ഡിസേർവ്ഡ്. ആശ ഡിസേർവ്ഡ്. ആശ ഡിസേർവ്ഡ്. ഞാൻ പറയുവാണെങ്കിലേ, ആ ചലഞ്ചില് ശരിക്കും വാസ്തുവിന്റെ ലാസ്റ്റ് ലൊക്കേഷനിൽ ഏറ്റവും കൂടുതൽ മന്തി ഇരുന്ന ആക്കി കൊടുക്കണം വാസ്തുവിന്. വന്നല്ലേ, ഞാൻ കണ്ടായിരുന്നു. അങ്ങനെയാണ് റെഡി ക്യാഷ് എലക്ഷനാ കൊടുക്കേണ്ടത്. എത്ര ദിവസമായി പാവം. അതെ വാസ്തുവിനെ, അതാ പറഞ്ഞത്, ഡിസർവ് ചെയ്യുന്നവർക്ക് കൊടുക്കണം. പക്ഷെ എന്റെ പൈസ ഇല്ല പാപ്പ. അത്രേ ഉള്ളു. വണ്ടി ഓടിച്ച് ഞാനൊന്ന് പോയിട്ട് വരാണ്. ഒരു മന്തി വാങ്ങിച്ച് താഴെ വെച്ചിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു ഇത്ര നേരം. കുഴപ്പമില്ല, ഒരു മന്തി വാങ്ങി. കുഴപ്പമില്ല. വാസുവിനെ അത്രേ ഉള്ളു. വാസുവിനെ കണ്ടോ, അവനൊക്കെ കാശിനായിരുന്നു വാസുവിനെ കാത്തു മന്തിക്ക് വേണ്ടിട്ട് വാസുവിനെ കളഞ്ഞിട്ട് അവൻ പോവാണ്. പറഞ്ഞ വാക്ക് ഞാൻ എന്തായാലും തെറ്റിക്കുന്നില്ല പാപ്പ. 5000 രൂപ സിറ്റി കൊടുത്തു കിട്ടിയില്ലേ? ഹാപ്പി അല്ലേ എലക്സ? നിനക്കും വേണോ? വേണ്ട വേണ്ട വേണ്ട. അവൻ എക്സിറ്റ് അടിച്ച പാപ്പ. വാസുവിനെ കാശാണ് പറയുന്നത് വലിയൊരു വില്ലനാണ് വാസുവിനെ. എല്ലാവർക്കും വില്ലനാ. സത്യം. ലോറി പോയാലോ? എന്താ? അല്ല, ലോറി പോണെന്ന് ചോദിച്ചാൽ എന്തുവാണ് ആശയം? ഇതിനകത്താരും ഇരിക്കുന്നില്ല. അത് വില്ലുമ ഉറങ്ങുക മന്തി അടിക്കാൻ പോയി. മന്തി അടിക്കാൻ പോയി. വില്ലുമ എന്തുകൊണ്ടാ വണ്ടിക്കകത്ത് അവിടെ ഇല്ല, മന്തി അടിക്കുക. ബസ്സിനെ പുറയില്ലേ ഒരെണ്ണം മറ്റേ ഏണേ കോണേന്ന് പറഞ്ഞ് നിക്കുന്ന കണ്ടോ? വേണ്ട, ഞാൻ പറന്നു ഇടിച്ചു കയറ്റിയത്. റൈറ്റ് സൈഡ് ബാക്കി ആ മയിൽ വാഹനത്തിന്റെ അപ്പുറം വില്ലുമോനെ അവരില്ല. മറ്റേ ഉറക്കമാ. ഇല്ല, മന്തി ഏറ്റുക. ഉറങ്ങണ ഇതെന്താ? എലക്സ് ഷാബോ, എടാ ഇതെന്താ ഇത്? ഒറ്റയടിക്കത് കത്തി പോടാ. ഇതുപോലും കാണിച്ചില്ല. ഒരു ചെറിയൊരു സൂചന പോലും തന്നില്ല എനിക്ക്. അത് നേരെ കത്തിപ്പോയി.
LX2 പ്ലക്ക് ചെയ്യുന്നു. LX2 ശവം. ഇത് എന്തൊരു കഷ്ടമാണെന്ന് പറയണ. ഞാൻ കൊടുക്കാം. ഒരു 7 രൂപ തന്നെ ആരില്ല, പെട്ടെന്ന് അതെ കൊടുക്കട്ടെ. നിങ്ങൾ പറഞ്ഞല്ലേ അങ്ങനെ ഒരു ചലഞ്ച് കൊടുത്തത്, അതും ഇപ്പൊ എന്റെ മണ്ടയ്ക്കായി കേട്ടാ. 500 കൊടുക്കുമ്പോ അണ്ണാ ധോണി ഈ സീസൺ കളിക്കുന്നുണ്ട്, ഇതിന്റെ ആവശ്യം ശരിക്കും ഉണ്ടോ? ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഇറ്റ്സ് എ ട്രിബ്യൂട്ട്, ഇറ്റ്സ് ജസ്റ്റ് എ മാർക്കറ്റിംഗ്. വാട്ട് യു തിങ്ക്? എടാ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഇതില് ലാസ്റ്റ് സീസൺ ധോണി കളിച്ചിരുന്നെങ്കിൽ പുള്ളി ചിലപ്പോൾ റിട്ടയർ ആയനെ. പോകുമ്പോൾ ഒരു കപ്പോടുകൂടെ പോകാന്നുള്ള ഒരു രീതിയിലായിരിക്കും പുള്ളിയുടെ മൈൻഡ് തോട്ട്. മനസ്സിലായ? കളിക്കട്ടെ, ആളുടെ ഫിറ്റ്നസ് റെഡിയാണ്, ആ പുള്ളി കളിക്കാൻ റെഡിയാണെങ്കിൽ നമുക്കാണോ പ്രശ്നം? പുള്ളി കളിക്കട്ടത്. അങ്ങേര് ഇനി റണ്ണൊന്നും അടിച്ചില്ല, വെറുതെ ഇരുന്ന് തൊഴിഞ്ഞാലും ഞാൻ കണ്ടോണ്ടിരിക്കും. അതങ്ങനെയാണേ. എല്ലാവർക്കും വെൽക്കം സ്ട്രീം, എല്ലാവർക്കും വെൽക്കം. ടിപ്പിക്കൽ ധോണി ഫാൻ എന്നോ? എടാ ഇപ്പൊ ഇറങ്ങിയ ഞാൻ ഇതോടെ ഇതൊന്നും പറഞ്ഞോട്ടെ ഇപ്പൊ ഇതൊന്നും പറഞ്ഞോട്ടെ, ഇനി പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. എടാ ഇപ്പൊ ക്രിക്കറ്റിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാരുടെയൊക്കെ വില എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നീയൊക്കെ പോയിട്ട് കഴിഞ്ഞ ദിവസം ഇന്ത്യ കളിച്ച ടെസ്റ്റ് മാച്ച് ഒന്ന് കാണണം. കൊട്ടി നിൽക്കുന്നു എന്ന് പറഞ്ഞ് കളിയാക്കിയ കുറെ നമ്മുടെ ലെജൻസ് ആയിട്ടുള്ള കുറെ പേരുണ്ട്. ലക്ഷ്മൺ, ദ്രാവിഡ്, ഇവരുടെയൊക്കെ റോൾ എന്തായിരുന്നു എന്ന് അറിയണമെങ്കിൽ പോയി കഴിഞ്ഞ ദിവസത്തെ ടെസ്റ്റ് കണ്ടാൽ മതി. 95-നും 98-നും ഓൾ ഔട്ട് ആവുന്നത്. ഞാനൊക്കെ പണ്ടേ സ്കൂളിൽ പോണ സമയത്ത് രാവിലെ എണീറ്റ് സ്കൂളിൽ പോകുന്നതിന് തൊട്ട് മുമ്പ് ബാറ്റായിട്ട് സേവാങ്ക് വരും. ഞാൻ സ്കൂളിൽ പോയി എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും അങ്ങേര് ക്രീസിൽ തന്നെ ഉണ്ടാവും ബാറ്റും പിടിച്ച്. അത്ര ഓറയൊന്നും ഇവിടെ ഒരുത്തനും ഇല്ല ഇപ്പൊ. മനസ്സിലായ? അതൊക്കെ നിനക്കൊക്കെ എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ അന്നേരം ഈ കമ്പാരിസൺ ഒക്കെ നിൽക്കുകയുള്ളൂ. അത് നോക്കണം, നോക്കിയാലേ മനസ്സിലാകത്തുള്ളൂ. പഴയ കളികളൊക്കെ എടുത്ത് കാണണം ഇഫ് യു ആർ എ റിയൽ ക്രിക്കറ്റ് ഫാൻ. അല്ലാതെ ഇപ്പോഴത്തെ ഇവരെ വെച്ച് ലെജൻസിനെ കമ്പയർ ചെയ്യരുത്. ലാസ്റ്റ് ലൊക്കേഷൻ ചെക്ക് ജിപേ. എടാ ഞാൻ ചുമ്മാ പറഞ്ഞ ബ്രോ, ജിപേ അയക്കണ്ട, വെറുതെ തമാശ പറഞ്ഞ. ഒന്നും അയച്ചില്ലല്ലേ, ചുമ്മാ പറഞ്ഞല്ലേ. മനസ്സിലായി. എനിക്കൊന്നും വന്നില്ല കേട്ടോ. ഇത് അയക്കണ്ട, ഞാൻ ചുമ്മാ പറഞ്ഞ, വെറുതെ അയക്കണ്ട. ഞാൻ അവന് കൊടുത്തോളാം. ഇതൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കിയേക്കാരില്ല, അയച്ചിട്ടുണ്ടല്ലോ. വന്നില്ല. ആ ഹലോ. സ്റ്റിക്കറാന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനു ഊമ്പിയ സിറ്റി അല്ലേ ആശേ? പോസ്റ്റും കൊള്ളൂല, ഒന്നും കൊള്ളാത്തൊരു സിറ്റിയെ. അല്ല ഞാൻ പറയുന്ന 50-90 PC-കാരൊക്കെ പോയി. ലാപ്ടോപ്പ് ഇപ്പോഴും കേട്ടോ. ഞാൻ കത്തിയില്ല. അതിനൊരു ബേസിക് ബോധം വേണ്ടേ, ഇത് സിറ്റി അടിച്ചു പോവാന്നുള്ളത് ആ ലാപ്പിന് മനസ്സിലാവണ്ടേ? എന്നാലല്ലാതെ അങ്ങനെയൊക്കെ ലാപ്പ് കത്ത്. ഇവിടെ ലേലം വിളിച്ച് 30 ലക്ഷം എത്തിയല്ലോ ലാപ്പിന്. 30 കൊടുക്കുന്നേ. എടാ ഞാൻ ടിവിയിലുള്ള പയ്യനിൽ ഞാൻ കൊടുത്തോളാം. ഇതെന്താ ഞാൻ അവന്റെ കടം മേടിച്ചിട്ട് മുങ്ങി കിടക്കുന്ന? അവന്റെ കല്യാണം നടത്തണ്ടോ നിങ്ങൾക്ക് ഇന്ന് രാത്രി 5000 രൂപയ്ക്ക്? അല്ലേ ഇതെന്തൊരു കൂത്ത്. ഹലോ, ഇങ്ങനെ ഇവിടെ ചില പ്രശ്നം ഇപ്പൊ LX-ന് 5000 രൂപ കടം മേടിച്ച് മുങ്ങിയ അവസ്ഥയാണ് എനിക്ക്. അത് പറ്റത്തില്ല. ആദ്യം വന്ന് ഞാനാണ് കേട്ടാ. സോഷ്യൽ മീഡിയ കരിയർ ഇല്ലാതാക്കുക എല്ലാരും പറയണേ. അല്ല വാസുമോനെ, സത്യം പറഞ്ഞു കഴിഞ്ഞാല് വാസുമോൻ പറഞ്ഞ റൂള് പ്രകാരം, നിയമപ്രകാരം വാസുമോൻ സിറ്റിയിൽ സ്പോൺ ആകുമ്പോ വാസുമോൻ തിരിഞ്ഞു നോക്കുമ്പോ അവിടെ ഉള്ള ആക്ക് കിട്ടുമെന്ന് പറഞ്ഞു. ഒരു മിനിറ്റ് കണ്ടു ചിരിച്ചോണ്ട. ആരെ? ഈ ഹെൽപ്പയർ അങ്ങനെ
അയ്യോ ഒന്നുമില്ല പാപ്പ. അത് പറഞ്ഞപ്പോഴാ വാസുമോനെ പാപ്പ ഒരു കാര്യം ഓർത്ത്. ആ, വാസുമോനെ പരുന്ത് പറക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? ആ. ഞാൻ അതിന് പറ്റിയൊരു കോൺട്രാക്ടറെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഉണ്ടോ? ഓ ഉണ്ട് ഉണ്ട്. പുള്ളി പറഞ്ഞെങ്ങനാന്നറിയാവോ? ആ, നമ്മുടെ ഗാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ പരുന്ത് പറന്നു തുടങ്ങും. ആ, പറന്ന് ഗാങ് ഹൗസിന്റെ ചുറ്റും ഒരു വലം വെച്ച് വന്നിട്ട് ആ തുടങ്ങിയിടത്ത് വന്ന് ലാൻഡ് ചെയ്യും. ആ, അതൊക്കെയാ. വന്നിരിക്കും. ആ, ഓക്കെ ആന്നോ? ഓക്കെ. ഡീൽ ഉറപ്പിക്കട്ടെ. ഓ, ഉറപ്പിച്ചോ? ആ പുള്ളി എന്തോ 550 CR എന്തോ ആണ് ചോദിച്ചത്. പിന്നെ അപ്പം പറഞ്ഞ് സംസാരിച്ചൊരു 50 CR ആക്കിച്ചിട്ടുണ്ട്. ഓ കമ്മീഷൻ കുറച്ചിട്ട് സിറ്റിയിൽ 50 CR ആ? ആ സിറ്റിയിൽ 50 CR. ആ, അത് കുഴപ്പമില്ല, അത് കൊടുക്കാം. വെളിയില് പിന്നെ അല്ലാതെ കൊടുത്താൽ മതി. വെളിയിൽ എത്ര രൂപ കൊടുക്കേണ്ടി വരും? അതാണ് വെളിയില് നമുക്ക് ഡീലാക്കാം. ലാസ്റ്റ് ലക്ഷങ്ങളുടെ ബില്ലൊന്നും അടിച്ചു തരുന്നത് കേട്ടോ എനിക്ക്. ഇല്ല വസുവിന് ആ കൂട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ബാക്ക് സൈഡും കൂടെ ഒന്ന് മോടിപ്പെടുപ്പാ. ആ, അത് ശരിയാ, അത് ശരിയാ, അതോടെ ശരിയാ, അത് ശരിയാ. കറന്റ് ഇപ്പൊ നമുക്ക് ബാക്കിൽ ഉപയോഗിക്കാൻ പറ്റിയതായിട്ട് എനിക്ക് തോന്നുന്ന ട്രെയിനിങ് ഗ്രൗണ്ടിൽ മാത്രമേ ഉള്ളതെന്ന് തോന്നുന്നു. ബാക്കി അടച്ചിട്ടേക്കുവാ. അതെന്ത് ഉപയോഗിക്കാൻ? ട്രെയിനിങ് ഗ്രൗണ്ടിൽ എന്ത് ഉപയോഗം അപ്പം പറയണേ? അല്ല ഉപയോഗം എന്തൊന്നും ഇല്ല, എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇടയ്ക്ക് ഞാൻ അറിയാതെ അപ്പാന്ന് വിളിച്ചു പോയി. അപ്പാ അച്ഛനില്ലാതെ വളർന്നതിന്റെ ആണ്. വാസുമോൻ എന്നെ ഇനി തൊട്ട് അപ്പാപ്പാന്ന് വിളിക്കണ്ട വാസുമോൻ. പിന്നെ അപ്പാന്ന് തന്നെ വിളിച്ചു. അടി ഇനി അപ്പാപ്പന്റെ പോലെ വിളിക്കണ നാട്ടുകാരൊക്കെ എന്നെ അതിനകത്ത കുഴപ്പമില്ല. വല്ലതും പറ. ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വാസുമോൻ അനിയന്റെ പ്രായമേ ഉള്ളൂ. അത് ശരിയാ, ശരിയാ. ആ. പക്ഷെ വാസുമോൻ എന്നെ അപ്പാന്ന് വിളിക്കുന്ന ഒരു ആഗ്രഹം മര്യാദക്ക് ആയ പ്രായത്തിൽ നിങ്ങൾ കല്യാണം കഴിച്ചത് നിങ്ങളുടെ മോളെ ഞാൻ കെട്ടിയേനെ. പിന്നെ എനിക്ക് അത്ര പ്രായമൊന്നുമില്ല. ഒരു പ്രായം പറയണേ. കേട്ടാ എന്തോ വാസുവിനെ ഞാൻ റേഡിയോ കയറിക്കോട്ടെ. ആ, അപ്പാപ്പന്റെ കേട്ടാ മറന്നുപോയി. ഓ, കോഹ്ലിയുടെയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ഞാൻ വിളിക്കുന്നില്ല, എന്നെ വിളിക്കുമോ നോക്കട്ടെ. അവൻ ഇങ്ങോട്ട് പേര് വിളിക്കുമോ നോക്കട്ടെ. ക്യാമറ ചന്ദ്രന് എന്നെ റേഡിയോയിൽ ആദ്യം വാസണെന്ന് വിളിക്കുന്നവർക്ക് ആ സ്പോട്ടില് 1000 രൂപ ഗൂഗിൾ പേ. ഞാനാ വിളിച്ചത്. പിന്നെ നാണം ഇല്ലല്ലോ, നാണം. അത് നമ്മളെ കുഴപ്പമാണ്, അവര് വണ്ടിയിലില്ലാത്ത. അല്ല അണ്ണൻ പറഞ്ഞ ആദ്യം റേഡിയോ വിളിക്കുന്നവരെന്നെ പറഞ്ഞുള്ളൂ. സ്കാമർ ചന്ദ്രൻ. ഓ ഇപ്പൊ മറ്റേ 1v1 വിളിക്കും ചന്ദ്രൻ TDM-ല്. ചന്ദ്ര ഹലോ ചന്ദ്ര. ഇനി ഏതെങ്കിലും ഒരുത്തൻ ഇവിടെ 1v1 കളിക്കുന്നത് ഞാൻ കണ്ട അടിച്ചു ചെവിക്കൽ ഞാൻ തിരിക്കുവേ. കൊറേ നാളായിട്ട് 1v1 കളിക്കാൻ നടക്കണം എല്ലാവന്മാരും. നീയൊക്കെ പോയി TDM-നകത്ത് ഗ്രൈൻഡ് ചെയ്താൽ മതി. നടത്താനൊരു കോഹ്ലീഡർ 1v1 നടത്തായിരിക്കുന്നു. ചന്ദ്രൻ ആ അപ്പാ ഒരു പണിഷ്മെന്റ് കൊടുക്കും വാസുവിനെ അങ്ങോട്ട് ചന്ദ്രനെ. അപ്പാ ഇവനാണ് 1v1 ഇതാക്കുന്നത്. ഒരു കാര്യം ചെയ്യ്, ചന്ദ്രനെ വാസുമോൻ വന്നു വിളി. അപ്പാ ഡസ്റ്റർ ആണോ അത്? അത് വേണ്ട, ശരിയാത്തില്ല. ഡസ്റ്റർ ആണോ സ്കാമർ ചന്ദ്രൻ? അതോ അപ്പൊ ചന്ദ്രൻ ഞാൻ കാര്യം പറയട്ടെ, ഇപ്പൊ ടർഫൊന്നും ഇല്ല സിറ്റിയില്. സിറ്റിയിലെ ടർഫ് ഉണ്ടല്ലോ. നമ്മളിപ്പോ ടർഫൊന്നും കളിക്കുന്നില്ല, നമുക്ക് കിട്ടാത്തതാണോ? നമ്മളെ വിളിക്കുന്നില്ലല്ലോ. സത്യം പറ, ടർഫ് കോളിംഗ് ഒന്നും തുടങ്ങിയില്ലല്ലോ. തുടങ്ങിയില്ല, അതുകൊണ്ടാണല്ലോ വിളിക്കാത്തെ. അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മള് TVക്ക് പ്രത്യേകിച്ച് ഈ ടർഫ് കളിക്കാൻ ഒരു യോഗമില്ല. നമ്മൾ ഏത് സെർവറിൽ ചെന്നാലും നമ്മളത് കളിച്ച് ടർഫ് റെഡിയായി വരുമ്പോ ആ സെർവറിന് സുനാമി വരും. പിന്നെ റീസ്റ്റാർട്ട് ചെയ്ത് നമ്മൾ വരുമ്പോഴത്തേക്കിനും സെർവറിൽ ഏതെങ്കിലും അഡ്മിനെ തള്ളക്കി വിളിച്ച് ഞങ്ങൾ ആ സെർവറിൽ നിന്ന് ഇറങ്ങും. നോർമലി അങ്ങനെയാണ് ഇപ്പൊ കുറച്ചൊരു 4-5 വർഷമായിട്ട്. അപ്പൊ ഇവിടുത്തെ സുനാമി ഇപ്പൊ കഴിഞ്ഞ് ഇനി അടുത്ത് വരാൻ പോണത് ഞാൻ പറയില്ല. അത് വരുന്നതിന് മുമ്പ് ടർഫ് കൊണ്ടുവരാം. അതെ, പിന്നെ ഒരു കാര്യം പറ്റും, നമ്മൾ T40 ഇത് ടർഫ് വിളിച്ചില്ലായിരുന്നു, അത് കളിച്ചായിരുന്നു നമ്മളല്ലേ?
അത് കളിച്ചില്ല കളിച്ചില്ല. അപ്പൊ അതിന് കളിക്കാൻ പറ്റുമോ? ആ അതാണ് ടർഫ് റീസ്റ്റാർട്ട് ചെയ്യുമ്പോ ഫസ്റ്റ് ആ മാച്ചസ് ആയിരിക്കും നടക്കുന്നത്. അതിനുശേഷം ടർഫ് കോളിംഗ് ഒക്കെ വരുന്നത്. ഓ സന്തോഷം, അറിഞ്ഞതിൽ സന്തോഷം. അതായിട്ട് വാസവനെ പിന്നെ വാസവനെ ടർഫൊക്കെ കളിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് മറ്റേ ലോയാലിറ്റി പോയിന്റ്സ് ഒക്കെ അവർക്ക് കെട്ടിക്കൊടുക്കണം. അങ്ങനെ എന്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഇത്ര ലോയലിറ്റി പോയിന്റ് ഇവിടെ ഇല്ലാതിരിക്കുവോ? ഇവിടെ ഇവനെയൊക്കെ കണ്ട, ഇവനൊക്കെ ഇപ്പൊ ഈ മെസ്സ് അടിക്കുന്നില്ല, ഇവനൊക്കെ ഒലിപ്പിച്ച് നടക്കുന്ന കാണണം. ബ്രേക്കപ്പ് ആയല്ലേ? എടാ നിനക്കൊക്കെ ഇതാണ് മനസ്സിലായ? ഞാനാ ബ്രേക്കപ്പ് പറഞ്ഞേ. ആണല്ലേ? നല്ല വിഷമുണ്ടല്ലോ, കണ്ണീര് കാണാതിരിക്കാൻ മുഖത്ത് മാസ്ക്, കണ്ണാടി. ഇത് അണ്ണ ഇതൊക്കെ ഇട്ട് നടക്കുന്ന എന്നറിയോ? ഇപ്പൊ ടി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും സിറ്റുവേഷൻ എടുക്കുന്നില്ല അണ്ണ. ഇപ്പൊ ഈ കൊല്ലത്തിലൊക്കെ പോയിട്ട് സിറ്റിസൺ എന്ന് പറഞ്ഞാണ് അടിക്കുന്നത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടെ. അതെനിക്ക് ഇഷ്ടപ്പെട്ടെ. അണ്ണ മറ്റേ 5000 അത് തരാം ഉറപ്പായിട്ടും. അയ്യോ അണ്ണനെ അടിക്കുന്നതാ. വൈജയരായെന്നൊക്കെ പറഞ്ഞ വലിയ ഇതായി കേട്ടോ. എന്ത് ചെയ്യാനാ? ജിപേ കൊടുക്കാം പയ്യന് പൈസ എന്താ പാപ്പ നടയടിയുന്നു. പറ. ചന്ദ്രനെ വിളിച്ച് അവൻ അനങ്ങാതിരിക്കുക, റേഡിയോ റെസ്പോണ്ട് ചെയ്യണില്ലല്ലോ. ഹലോ ഹലോ കോലിഡർ ചന്ദ്രൻ കേൾക്കുന്നുണ്ടോ താങ്കൾക്ക്? ഹലോ ഫുഡ് കഴിക്കാൻ അഫ്കാന്ന് തോന്നുന്നു. ഇത്ര നേരം തത്സമയായിരുന്നു പാപ്പ. നമുക്ക് വെറുതെ മുതുക്കൊക്കെ പോയിട്ട് വരാം പാപ്പ. ഒരു വള്ളിയൊക്കെ എടുത്തിട്ട് വരാം. അല്ല ഇവര് പറഞ്ഞതുപോലെ ഡ്രസ് മാറ്റിട്ട് പോകുന്നതല്ലേ നമുക്ക് നല്ലത്. ഡ്രസ് മാറിട്ട് പോവാം. കാര്യമില്ല, അങ്ങോട്ട് പോടാതെ വിളിച്ചാലും അവര് കേട്ടിട്ട് തിരിഞ്ഞു പോകും. ഇതിപ്പോ എങ്ങനെ കേറും? ഫുൾ അപ്പൊ സ്പോട്ട് ഉണ്ടാ? പിന്നെ 4 പേർക്ക് പോയിട്ട് ഈ വണ്ടി തന്നെ പോയി ഇറങ്ങണമല്ലേ? ഗോഡ് ഓഫ് വാർ ഉണ്ട്, സാർപ്പ് ചെയ്യണ്ട് കളിക്കാം. ഗോഡ് ഓഫ് വാർ ചില്ലാവ് എല്ലാ ദിവസവും അങ്ങനല്ലേ? ചില്ലാവ് ഇന്ന് 11 മണി വരെ എന്തുള്ളൂ സിറ്റി. ഇത് റീസ്റ്റാർട്ട് ആണോ? ഷെഡ്യൂൾ മെയിന്റനൻസ് ഉണ്ട്. അപ്പൊ കറക്റ്റ് ഞാൻ വരുന്ന ദിവസം തന്നെ ഇതൊക്കെ എങ്ങനെ സെറ്റപ്പ് ചെയ്യുന്നപ്പ? സത്യം പറഞ്ഞു കഴിഞ്ഞാ വരുന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇത് എവിടെയാ ഈ സാധനം? ഇവിടെ വാസവനെ ആ പടം കണ്ടോ? പടം